സ്പൈസി ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചെമ്മീൻ തീയലാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ തീയൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് തീയലിന് വേണ്ടിയിട്ടുള്ള തേങ്ങ നമുക്ക് വറുത്തെടുക്കാം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. ചൂടായ പാനിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് തേങ്ങ, കറിവേപ്പില, ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി, 2-3 ചെറിയുള്ളി എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക. തേങ്ങ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ റോസ്റ്റ് ചെയ്യുക. തേങ്ങയുടെ നിറം ഇവിടെ മാറി വന്നിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിൽ വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് പച്ചമണം മാറുന്നതുവരെ നന്നായി റോസ്റ്റ് ചെയ്യുക. കൂട്ട് കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തേങ്ങ ഇവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇത് ഈ പാത്രത്തിൽ തന്നെ വെച്ചിരുന്നാൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തണുക്കാനായി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി തീയലിനായിട്ടുള്ള ചെമ്മീൻ കുക്ക് ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു വറ്റൽമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് ഇളക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു 2-3 മിനിറ്റ് ഇത് വഴറ്റുക. ഇത് വഴണ്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് വറുത്ത് വച്ചിരിക്കുന്ന തേങ്ങ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഫൈൻ പേസ്റ്റായി അരച്ചെടുക്കാം. തേങ്ങ ഞാനിവിടെ ഫൈൻ പേസ്റ്റായി അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഉള്ളി ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കുക. ഇത് ഇളക്കി യോജിപ്പിച്ച ശേഷം അടച്ചു വെച്ച് 2 മിനിറ്റ് വേവിക്കുക. ചെമ്മീൻ ഇവിടെ പകുതി വെന്തിട്ടുണ്ട്. ഇനി ഈ അരച്ച തേങ്ങ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അതിലേക്ക് മിക്സ് ചെയ്യാം. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഇത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കുക. ഇടയ്ക്ക് ഇളക്കി നോക്കി ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. തീയൽ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക. ഇതിന് ശേഷം അടച്ചു വെച്ച് 1 മിനിറ്റ് തിളപ്പിക്കുക. അപ്പോൾ നമ്മുടെ ചെമ്മീൻ തീയൽ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തീയലാണിത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.